ഈസി ആൻഡ് ടേസ്റ്റി വെണ്ടക്ക ഫ്രൈ. ഇത് വെറുതെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ട്, ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ കൂടെയും കഴിക്കാം. ഒരു വെണ്ടക്ക 4 പീസായിട്ടാണ് മുറിക്കുന്നത്. ഇത് നേർങ്ങനെ മുറിച്ചാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ 4 പീസായി മുറിക്കുന്നത്. വെണ്ടക്കയിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടീസ്പൂൺ മുളകും 1/4 ടീസ്പൂൺ മഞ്ഞളും കുറച്ച് ഉപ്പും 1/2 ടീസ്പൂണോളം 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിക്കുക. 2-3 സ്പൂൺ വെള്ളവും ഒഴിക്കുക. ഇത് കൈകൊണ്ട് നന്നായി കുഴക്കണം. എന്നാലേ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ കൂട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം എടുത്ത് നന്നായി യോജിപ്പിക്കുക. ഒരു പാനിൽ എണ്ണയൊഴിച്ച് എണ്ണ നന്നായി ചൂടാകുമ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ആയതിനു ശേഷം തിരിച്ചിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്യുക. ഇത് ഫ്രൈ ആയോ, അതിൻ്റെ വെള്ളം മുഴുവൻ പോയോ എന്ന് നോക്കുവാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. കരിവേപ്പില നന്നായി പൊട്ടുന്നുണ്ടെങ്കിൽ അതിൽ വെള്ളമില്ല. വെണ്ടക്ക ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ചായയുടെ കൂടെ സ്നാക്കായും ഉപയോഗിക്കാം. ചപ്പാത്തിക്കും നല്ല ടേസ്റ്റാണ്.